PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 20 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ ന്യൂ SCERT ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ദോലനം. ഒരു വസ്തു തുലനാവസ്ഥയെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ദോലനം അഥവാ ഓസിലേഷൻ. ഊഞ്ഞാലിൻ്റെ ചലനം ഏത് തരം ചലനമാണ്? ദോലന ചലനം. ഊഞ്ഞാലിൻ്റെ ചലനം ഏത് തരം ചലനമാണ്? ദോലന ചലനം. തുലന സ്ഥാനത്തു നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവേത്? ആയതി. തുലന സ്ഥാനത്തു നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവേത്? ആയതി. ആയതിയുടെ SI യൂണിറ്റ് എന്ത്? മീറ്റർ. ആയതിയുടെ SI യൂണിറ്റ് എന്ത്? മീറ്റർ. എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഒരു ദോലനം. എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഒരു ദോലനം എന്നാണ് പറയാം. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ഏതിനം ചലനത്തിന് ഉദാഹരണമാണ്? ദോലന ചലനം. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? ദോലന ചലനം. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയമെടുക്കുന്ന ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? 2 സെക്കൻഡ്. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയം എടുക്കുന്ന ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? 2 സെക്കൻഡ്. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയമെടുക്കുന്ന ഒരു പെൻഡുലം ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ പൂർത്തിയാക്കും? 0.5 ദോലനങ്ങൾ. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയമെടുക്കുന്ന ഒരു പെൻഡുലം ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ പൂർത്തിയാക്കും? 0.5 ദോലനങ്ങൾ. പഴയകാലത്തെ പെൻഡുലം ക്ലോക്കുകൾ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്ത്? ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്ക്. പഴയകാലത്തെ പെൻഡുലം ക്ലോക്കുകൾ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്ത്? ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്ക്. പഴയകാലത്തെ ക്ലോക്കുകളിൽ ഉപയോഗിച്ചിരുന്ന സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ നീളം എത്ര? 99.35 സെൻറ്റിമീറ്റർ. പഴയകാലത്തെ ക്ലോക്കുകളിൽ ഉപയോഗിച്ചിരുന്ന സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ നീളം എത്ര? 99.35 സെൻറ്റിമീറ്റർ. സെക്കൻഡ്സ് പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ഇൻബാർ. സെക്കൻഡ്സ് പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ഇൻബാർ. ഒരു ദോലനത്തിന് ആവശ്യമായ സമയം എങ്ങനെ അറിയപ്പെടുന്നു? പീരിയഡ്. ഒരു ദോലനത്തിന് ആവശ്യമായ സമയം എങ്ങനെ അറിയപ്പെടുന്നു? പീരിയഡ്. പീരിയഡ് അളക്കാനുള്ള യൂണിറ്റ് ഏത്? സെക്കൻഡ്. പീരിയഡ് അളക്കാനുള്ള യൂണിറ്റ് ഏത്? സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം എങ്ങനെ അറിയപ്പെടുന്നു? ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം എങ്ങനെ അറിയപ്പെടുന്നു? ആവൃത്തി. ആവൃത്തിയുടെ SI യൂണിറ്റ് ഏത്? ഹെഡ്സ് കേട്ടോ. ആവൃത്തിയുടെ SI യൂണിറ്റ് ഏത്? ഹെഡ്സ്. വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ സാന്നിധ്യം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? ഹെൻറിച്ച് റുഡോൾഫ് ഹെഡ്സ്. വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ സാന്നിധ്യം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? ഹെൻറിച്ച് റുഡോൾഫ് ഹെഡ്സ്. ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥാണ് ആവൃത്തിയുടെ SI യൂണിറ്റായി ഹെഡ്സ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചതാര്? ഹെൻറിച്ച് ഹെഡ്സ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചതാര്? ഹെൻറിച്ച് ഹെഡ്സ്. ആരോടുള്ള ആദരസൂചകമായാണ് ആവൃത്തിക്ക് ഹെഡ്സ് എന്ന യൂണിറ്റ് നൽകിയത്? ഹെൻറിച്ച് ഹെഡ്സ്. ആരോടുള്ള ആദരസൂചകമായാണ് ആവൃത്തിക്ക് ഹെഡ്സ് എന്ന യൂണിറ്റ് നൽകിയത്? ഹെൻറിച്ച് ഹെഡ്സ്. ഒരു പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തിക്ക് എന്ത് സംഭവിക്കുന്നു? ആവൃത്തി കുറയുന്നു. ഒരു പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തിക്ക് എന്താണ് സംഭവിക്കുക? ആവൃത്തി കുറയുകയാണ് ചെയ്യുക. പീരിയഡ് കൂടുമ്പോൾ ആവൃത്തിക്ക് എന്ത് സംഭവിക്കുന്നു? ആവൃത്തി കുറയുന്നു. പീരിയഡ് കൂടുമ്പോൾ ആവൃത്തിക്ക് എന്ത് സംഭവിക്കുന്നു? ആവൃത്തി കുറയുന്നു. ഒരു കിലോ ഹെഡ്സ് എന്നത് എത്രയാണ്? 1000 ഹെഡ്സ്. ഒരു കിലോ ഹെഡ്സ് എന്നത് 1000 ഹെഡ്സ് ആണ് കേട്ടോ. ഒരു മെഗാ ഹെഡ്സ് എന്നത് എത്രയാണ്? 10 ലക്ഷം ഹെഡ്സ്. ഒരു മെഗാ ഹെഡ്സ് എന്നത് എത്രയാണ്? 10 ലക്ഷം ഹെഡ്സ്. ഏത് തരം പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ട്യൂണിംഗ് ഫോർക്കുകൾ? ശബ്ദവുമായി ബന്ധപ്പെട്ട്. ഏത് തരം പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ട്യൂണിംഗ് ഫോർക്കുകൾ? ശബ്ദവുമായി ബന്ധപ്പെട്ട്. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിക്കാൻ അത് അതിൻ്റെ തനതായ ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നു. വസ്തുവിൻ്റെ ഈ ആവൃത്തി എങ്ങനെ അറിയപ്പെടുന്നു? സ്വാഭാവിക ആവൃത്തി. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിക്കാൻ അത് അതിൻ്റെ തനതായ ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നു. വസ്തുവിൻ്റെ ഈ ആവൃത്തി എങ്ങനെ അറിയപ്പെടുന്നു? സ്വാഭാവിക ആവൃത്തി. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളേവ? വസ്തുവിൻ്റെ നീളം, വലുപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിൻ്റെ സ്വഭാവം. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളേവ? വസ്തുവിൻ്റെ നീളം, വലുപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിൻ്റെ സ്വഭാവം. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? പ്രണോദിത കമ്പനം. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? പ്രണോദിത കമ്പനം. മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മിക്സി പ്രവർത്തിക്കുമ്പോൾ മേശയും കമ്പനം ചെയ്യുന്നത് എന്തിനുദാഹരണമാണ്? പ്രണോദിത കമ്പനം.
മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ മേശയും കമ്പനം ചെയ്യുന്നത് എന്തിനുദാഹരണമാണ്? പ്രണോദിത കമ്പനം. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ ഡാഷ് ആണെന്ന് പറയാം, അനുനാദത്തിലാണ് എന്ന് പറയാം. അതായത് പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണ്, അതായത് റീസോണൻസ്, അനുനാദത്തിലാണെന്ന് പറയാം. അനുനാദത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ കമ്പനം എപ്രകാരമായിരിക്കും? പരമാവധി ആയതിൽ കേട്ടോ. അനുനാദത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ കമ്പനം എപ്രകാരമായിരിക്കും? പരമാവധി ആയതിൽ. പ്രണോദിത കമ്പനം, അനുനാദം എന്നിവ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള സന്ദർഭങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? MRI സ്കാനിംഗ്, റേഡിയോ ട്യൂണിംഗ്. പ്രണോദിത കമ്പനവും അനുനാദം എന്നിവ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള സന്ദർഭങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? MRI സ്കാനിംഗ്, റേഡിയോ ട്യൂണിംഗ്. പ്രണോദിത കമ്പനം, അനുനാദം എന്നിവ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള സംഗീത ഉപകരണങ്ങളേവ? ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? പ്രണോദിത കമ്പനം, അനുനാദം എന്നിവ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള സംഗീതോപകരണങ്ങളേവ? ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം. ശരീരത്തിലെ ചെറിയ ശബ്ദങ്ങൾ ശ്രവിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷതകളേവ? പ്രണോദിത കമ്പനവും അനുനാദവും കേട്ടോ. ശരീരത്തിലെ ചെറിയ ശബ്ദങ്ങൾ ശ്രവിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷതകളേവ? പ്രണോദിത കമ്പനവും അനുനാദവും. 250 ഹെർട്സ് ആവൃത്തിയുള്ള ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള വായു ഒരു സെക്കൻഡിൽ എത്ര തവണ കമ്പനം ചെയ്യുന്നു? 250 തവണ. 250 ഹെർട്സ് ആവൃത്തിയുള്ള ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള വായു ഒരു സെക്കൻഡിൽ എത്ര തവണ കമ്പനം ചെയ്യുന്നു? 250 തവണ. ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജ്ജം മറ്റു ഭാഗങ്ങളിലേക്ക് ദ്വാലനങ്ങളിലൂടെ തുടർച്ചയായി പ്രസരിക്കുന്നതെന്ത്? തരംഗചലനം. ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജ്ജം മറ്റു ഭാഗങ്ങളിലേക്ക് ദ്വാലനങ്ങളിലൂടെ തുടർച്ചയായി പ്രസരിക്കുന്നതെന്ത്? തരംഗചലനം, വേവ് മോഷൻ. മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജ്ജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാന മാർഗ്ഗമേത്? തരംഗചലനം. മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജ്ജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാന മാർഗ്ഗമേത്? തരംഗചലനം. വിവിധ തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? റേഡിയോ തരംഗം, സീമിക്സ് തരംഗം, പ്രകാശ തരംഗം, ശബ്ദ തരംഗം, ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ. വിവിധ തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? റേഡിയോ തരംഗം, സീസ്മിക് തരംഗം, പ്രകാശ തരംഗം, ശബ്ദ തരംഗം, ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ. പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? സീസ്മിക് തരംഗം, ശബ്ദ തരംഗം. പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? സീസ്മിക് തരംഗം, ശബ്ദ തരംഗം. പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്ത തരംഗത്തിന് ഉദാഹരണങ്ങളേവ? റേഡിയോ തരംഗം, പ്രകാശ തരംഗം. പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്ത തരംഗത്തിന് ഉദാഹരണമേവ? റേഡിയോ തരംഗം, പ്രകാശ തരംഗം. വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് ഏതിനം തരംഗങ്ങളായാണ്? അനുദൈർഘ്യ തരംഗങ്ങളായിട്ട്. വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് ഏതിനം തരംഗങ്ങളായാണ്? അനുദൈർഘ്യ തരംഗങ്ങളായിട്ട്. വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഏതിനം തരംഗങ്ങളായാണ് സഞ്ചരിക്കുന്നത്? അനുപ്രസ്ഥ തരംഗങ്ങളായി. വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഏതിനം തരംഗങ്ങളായാണ് സഞ്ചരിക്കുന്നത്? അനുപ്രസ്ഥ തരംഗങ്ങളായി. തരംഗങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? ആയതി, ആവൃത്തി, പീരിയഡ്, തരംഗദൈർഘ്യം, തരംഗവേഗം. തരംഗങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? ആയതി, ആവൃത്തി, പീരിയഡ്, തരംഗദൈർഘ്യം, തരംഗവേഗം. തരംഗചലനത്തിൽ ഒരു കണികയുടെ പൂർണ്ണമായ ഒരു ദോലനം എങ്ങനെ അറിയപ്പെടുന്നു? ഒരു സൈക്കിൾ. തരംഗചലനത്തിൽ ഒരു കണികയുടെ പൂർണ്ണമായ ഒരു ദോലനം എങ്ങനെ അറിയപ്പെടുന്നു? ഒരു സൈക്കിൾ. ഒരു ബിന്ദുവിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളുകളുടെ എണ്ണം എത്ര? തരംഗത്തിൻ്റെ ആവൃത്തി. ഒരു ബിന്ദുവിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളുകളുടെ എണ്ണം എത്ര? തരംഗത്തിൻ്റെ ആവൃത്തി. ഒരു ബിന്ദുവിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളുകളുടെ എണ്ണം എത്ര? തരംഗത്തിൻ്റെ ആവൃത്തി. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലമെന്ത്? തരംഗദൈർഘ്യം. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലമെന്ത്? തരംഗദൈർഘ്യം. മാധ്യമത്തിലെ ഓരോ കണികയും ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുത്ത സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമായതെന്ത്? തരംഗദൈർഘ്യം. മാധ്യമത്തിലെ ഓരോ കണികയും ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുത്ത സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമായതെന്ത്? തരംഗദൈർഘ്യം. രണ്ട് ശൃംഗങ്ങൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലത്തെ അനുപ്രസ്ഥ തരംഗത്തിൻ്റെ എന്തായി കണക്കാക്കാം? തരംഗദൈർഘ്യം.
രണ്ട് ശൃംഗങ്ങൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലത്തെ അനുപ്രസ്ഥ തരംഗത്തിൻ്റെ എന്തായി കണക്കാക്കാം? തരംഗദൈർഘ്യം. തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കാനുള്ള ഗ്രീക്ക് അക്ഷരമേത്? ലാംഡ. തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കാനുള്ള ഗ്രീക്ക് അക്ഷരമേത്? ലാംഡ. തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് എന്ത്? മീറ്റർ. തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് എന്ത്? മീറ്റർ. അടുത്തടുത്ത രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് നീചമർദ്ദ മേഖലകൾ തമ്മിലോ ഉള്ള അകലം അനുദൈർഘ്യ തരംഗത്തിൻ്റെ എന്തായി കണക്കാക്കാം? തരംഗദൈർഘ്യം. അടുത്തടുത്ത രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് നീചമർദ്ദ മേഖലകൾ തമ്മിലോ ഉള്ള അകലം അനുദൈർഘ്യ തരംഗത്തിൻ്റെ എന്തായി കണക്കാക്കാം? തരംഗദൈർഘ്യം. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം എന്ത്? തരംഗവേഗം. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം എന്ത്? തരംഗവേഗം. തരംഗവേഗത്തിൻ്റെ യൂണിറ്റ് എന്ത്? മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. തരംഗവേഗത്തിൻ്റെ യൂണിറ്റ് എന്ത്? മീറ്റർ പെർ സെക്കൻഡ്. ഒരു തരംഗം 2 സെക്കൻഡിൽ 700 മീറ്റർ സഞ്ചരിച്ചാൽ തരംഗവേഗം എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. ഒരു തരംഗം 2 സെക്കൻഡിൽ 700 മീറ്റർ സഞ്ചരിച്ചാൽ തരംഗവേഗം എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ്. വേഗം സ്ഥിരമായിരിക്കുമ്പോൾ തരംഗത്തിൻ്റെ ആവൃത്തി തരംഗദൈർഘ്യത്തിന് ഏത് അനുപാതത്തിൽ ആയിരിക്കും? വിപരീത അനുപാതത്തിൽ. വേഗം സ്ഥിരമായിരിക്കുമ്പോൾ തരംഗത്തിൻ്റെ ആവൃത്തി തരംഗദൈർഘ്യത്തിന് ഏത് അനുപാതത്തിലായിരിക്കും? വിപരീത അനുപാതത്തിൽ. ആവൃത്തിയുടെയും തരംഗദൈർഘ്യത്തിൻ്റെയും ഗുണനഫലം എന്തായിരിക്കും? തരംഗവേഗം കേട്ടോ. അപ്പോൾ ആവൃത്തിയുടെയും തരംഗദൈർഘ്യത്തിൻ്റെയും ഗുണനഫലം ആയിട്ട് വരുന്നത് എന്താണ്? തരംഗവേഗം. 175 ഹെർട്സ് ആവൃത്തിയുള്ള ശബ്ദ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം 2 മീറ്ററാണ്. ശബ്ദവേഗം കണക്കാക്കുക. ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 175 ഹെർട്സ് ആവൃത്തിയുള്ള ശബ്ദ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം 2 മീറ്ററാണ്. അപ്പോൾ ശബ്ദവേഗം എത്രയാണെന്ന് പറയുന്നത്? 350 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇനി യാന്ത്രിക തരംഗങ്ങൾ. പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? വൈദ്യുത കാന്തിക തരംഗങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് യാന്ത്രിക തരംഗങ്ങളെക്കുറിച്ചാണ്. പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങളെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? വൈദ്യുത കാന്തിക തരംഗങ്ങൾ അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ദൃശ്യപ്രകാശം, അൾട്രാ വയലറ്റ് കിരണങ്ങൾ, എക്സ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ. വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ദൃശ്യപ്രകാശം, അൾട്രാ വയലറ്റ് കിരണങ്ങൾ, എക്സ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ. പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങൾ ഏത് വിഭാഗത്തിലാണ്? യാന്ത്രിക തരംഗങ്ങൾ, മെക്കാനിക്കൽ വേവ്സ് കേട്ടോ. പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങൾ ഏത് വിഭാഗത്തിലേതാണ്? യാന്ത്രിക തരംഗങ്ങൾ അഥവാ മെക്കാനിക്കൽ വേവ്സ്. 2 വിധത്തിലുള്ള യാന്ത്രിക തരംഗങ്ങൾ ഏതെല്ലാം? അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും. 2 വിധത്തിലുള്ള യാന്ത്രിക തരംഗങ്ങൾ ഏതെല്ലാം? അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളേവ? അനുദൈർഘ്യ തരംഗങ്ങൾ. ലോങ്ജിറ്റ്യൂഡിനൽ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളേവ? അനുദൈർഘ്യ തരംഗങ്ങൾ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളേവ? അനുപ്രസ്ഥ തരംഗങ്ങൾ അഥവാ ട്രാൻസ്വേഴ്സ് വേവ്സ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളേവ? അനുപ്രസ്ഥ തരംഗങ്ങൾ. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്